ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ആലു പറാത്തയാണ് കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്കോ? അതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയുമാണ് എടുക്കുന്നത്. ഗോതമ്പ് പൊടി മാത്രവും ഉപയോഗിക്കാം, മൈദ മാത്രവും ഉപയോഗിക്കാം. ഞാനിപ്പോൾ രണ്ടും ഈക്വൽ പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. പണ്ട് പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ ഒരുപാട് അംഗങ്ങളുള്ള വലിയ വലിയ കുടുംബങ്ങളിൽ അമ്മമാർക്ക് ഒരുപാട് അളവിൽ റൊട്ടിയും അതിനനുസരിച്ച് റൊട്ടിക്കുള്ള കറികളും ഉണ്ടാക്കേണ്ടിയിരുന്നു. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു എളുപ്പ വഴിയാണ് ഈ പറാത്തകൾ. ആലു പറാട്ട, ഗോബി പറാട്ട, പനീർ പറാട്ട, അങ്ങനെ അവർ എന്ത് പച്ചക്കറിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഫില്ലിങ്ങായി വെച്ച് പറാട്ടകൾ ഉണ്ടാക്കി തുടങ്ങി. ആലു ആണ് കൂടുതൽ അവിടെ കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് ആലു പറാട്ട കൂടുതൽ പ്രസിദ്ധമായി. ഞാനിവിടെ ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് തോല് കളഞ്ഞ് കട്ടയില്ലാതെ ഉടച്ചെടുക്കുന്നുണ്ട്. പഞ്ചാബിൽ തുടങ്ങിയ ഈ വിഭവം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം പരന്ന് പിന്നീട് ഇപ്പോൾ ഇന്ത്യയെമ്പാടും ലോകമെമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായി മാറി. ഈ വിഭവം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ രുചി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള വേണം. ഞാൻ അതിനു വേണ്ടി ഒരു പകുതി സവാളയാണ് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നത്. എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായി ചെറുതായി പൊടിയായി അരിഞ്ഞ ഒരു പിടി മല്ലിയിലയും നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഇനി ഈ അരിഞ്ഞു വെച്ചതെല്ലാം നമ്മളുടെ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ആലുവിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി കുറച്ച് മസാലകൾ കൂടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി. ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം ഞാൻ ചേർത്തി കൊടുത്തു. ഇനി ചേർക്കേണ്ടത് ഓമമാണ്, അജ്വൈൻ. ഈ ഓമം എന്തായാലും ചേർക്കണം. അപ്പോഴാണ് നമുക്ക് ആലു പറാട്ട ശരിക്കുള്ള ആ സ്മെല്ല് നമുക്ക് കിട്ടുക. ഇത് വെറും സ്മെല്ലിന് മാത്രമല്ല ഡൈജഷനും കൂടി ഹെൽപ്പ് ചെയ്യും. പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വലിയൊരു നാരങ്ങ അളവിൽ കുഴച്ച് വെച്ച മാവ് എടുക്കാം. ഇനി അത് പൊടിയിൽ പരത്തി പൊടിയിലൊന്ന് മുക്കി ഇതിനെ നമുക്ക് ഒരു ബൗള് പോലെ പരത്തിയെടുക്കാം. ആദ്യം ബൗള് പോലെ പരത്തിയെടുക്കുമ്പോൾ നമുക്കത് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഫില്ലിങ് പുറത്തു പോവാതെ നമുക്കത് കവർ ചെയ്ത് പരത്തിയെടുക്കാനും പറ്റും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇത് കാണുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കാൻ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾക്ക് നന്നായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഒരുപാട് ശക്തി ഉപയോഗിച്ച് പരത്തരുത്, വളരെ സോഫ്റ്റായിട്ട് മെല്ലെ പരത്തിയെടുക്കണം. ഇങ്ങനെ 4 വശവും ഒരേപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കാം. ഇപ്പം നമ്മളുടെ ആലു പറാട്ട ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട ഉടനെ തന്നെ എണ്ണ ഒഴിക്കരുത്. 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി 2 വശവും മുരിച്ച് മാറി മാറി ചുട്ടെടുത്ത ശേഷം നമുക്ക് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ആലു പറാട്ട കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഈ പറാട്ട എല്ലാവരും ചെയ്തു നോക്കൂ കേട്ടോ. ഇനി ഇതിന് കഴിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടി കഴിക്കാൻ ഒരു സൈഡ് ഡിഷ് കൂടി ആവശ്യമുണ്ട്. പുളിയില്ലാത്ത കട്ട തൈര്, 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ചേർത്ത് കട്ടയുടച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ചാട്ട് മസാല ചേർത്തി കൊടുക്കണം. ഈ ആലു പറാട്ട ചൂടോടെ കുറച്ച് ബട്ടറും നല്ല തൈരും അച്ചാറും കുറച്ച് സവാള മുറിച്ചതും കൂട്ടി കഴിച്ചാൽ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾ ഇങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നത് എന്നും പറയണം.
ഓക്കെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ. സബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.